ടി.പി. ചന്ദ്രശേഖരൻ കേസിലെ മാസ്റ്റർ ബ്രെയിൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. നിഷ്ഠൂരമായ ഈ കൊലപാതകം ഇംപ്ലിമെൻ്റ് ചെയ്യുന്ന കാര്യത്തിൽ CPMൻ്റെ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി പി. മോഹനൻ മാസ്റ്റർക്ക് യഥാർത്ഥ പങ്കുള്ള വ്യക്തിയാണ്. സംശയത്തിൻ്റെ ആനുകൂല്യം കൊണ്ട് മാത്രം കോടതിയിൽ നിന്ന് വിട്ടുപോയതാണ്. ഇതിനെതിരെ സുപ്രീം കോടതിയിൽ അപ്പീൽ കൊടുക്കുമെന്ന് പറഞ്ഞ രമയുടെ നീക്കത്തെ ഞങ്ങൾ സർവാത്മന പിന്തുണയ്ക്കുന്നു. കേരളം കണ്ട ഏറ്റവും നിഷ്ഠൂരമായ പൈശാചികമായ പാർട്ടി തലത്തിൽ നടന്ന ഒരു ആസൂത്രിത കൊലപാതകമാണ് ടി.പി. ചന്ദ്രശേഖരൻ്റേത്. ആ കൊലപാതകത്തെ വഴിതിരിച്ചു വിടാൻ മാർക്സിസ്റ്റ് പാർട്ടി ബോധപൂർവമായ ധാരാളം ഇടപെടലുകൾ നടത്തുകയുണ്ടായി. കൂത്തുപറമ്പ് പാർട്ടി ഓഫീസിലെ സെക്രട്ടറി ബാബുവിനെ പോലീസ് അറസ്റ്റ് ചെയ്തപ്പോൾ വടകര പോലീസ് സ്റ്റേഷനിൽ ഇന്നത്തെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി നടത്തിയ നാടകം എല്ലാവർക്കും ബോധ്യമുള്ളതാണ്. അങ്ങനെയാണ് അന്ന് അദ്ദേഹത്തെ മോചിപ്പിച്ചു കൊണ്ടുപോയത്. ഒരുപക്ഷെ ആ ബാബുവിനെ വേണ്ട രീതിയിൽ ചോദ്യം ചെയ്തിരുന്നെങ്കിൽ ശരിയായ തെളിവുകൾ പുറത്തു വന്നേനെ. ഇപ്പോഴും ടി.പി. ചന്ദ്രശേഖരൻ കേസിലെ മുഴുവൻ പ്രതികളെ ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. ആ പ്രതികൾ പൂർണ്ണമായ നിയമം വിധിക്കുന്ന ശിക്ഷ വാങ്ങിക്കൊടുക്കേണ്ടത് ഏറ്റവും അനിവാര്യമായ ഒരു കാര്യമാണ്. ഇന്ന് പാർട്ടി സംസ്ഥാന സെക്രട്ടറി എം. ഇ. ഗോവിന്ദൻ മാസ്റ്റർ ഈ വിധിയെ സ്വാഗതം ചെയ്തത് തന്നെ ഈ കേസിൽ അവർക്കുള്ള പങ്ക് വ്യക്തമാക്കുകയാണ്. രണ്ട് പ്രതികളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് അവർക്ക് ശിക്ഷ വിധിക്കാൻ പോകുന്ന ഈ കേസ് സ്വാഗതാർഹമാണ് എന്ന് പാർട്ടി സെക്രട്ടറി പറഞ്ഞപ്പോൾ തന്നെ പാർട്ടി ആ കുറ്റം ഏറ്റെടുക്കുന്നതായി ബോധ്യപ്പെടുകയാണ്. ഇതുവരെ CPM പറഞ്ഞുകൊണ്ടിരുന്നത് ടി.പി. ചന്ദ്രശേഖരൻ കേസിൽ ഞങ്ങൾക്ക് പങ്കില്ല എന്നാണ്. എന്നാൽ ഏറ്റവും അവസാനം രണ്ട് പ്രധാനപ്പെട്ട പാർട്ടി നേതാക്കന്മാരെ കൂടി പ്രതി ചേർക്കുക വഴി CPMൻ്റെ പങ്ക് സംശയാതീതമായി തെളിയിക്കപ്പെട്ടിട്ടുള്ള കാര്യമാണ്. ഇനിയെങ്കിലും CPMന് രാഷ്ട്രീയ ധാർമ്മികതയുണ്ടെങ്കിൽ, മാന്യതയുണ്ടെങ്കിൽ ഈ കേസിൽ തങ്ങൾക്കുള്ള പങ്ക് വ്യക്തമാക്കുകയാണ് വേണ്ടത്.